CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. ഇതേപോലെ തന്നെ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അതിൻ്റെ ഉദ്യോഗസ്ഥനെ ബംഗാൾ ഗവൺമെൻറ് അതിൻ്റെ ഓഫീസിലെ ഏറ്റവും പ്രമുഖനായ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോഴ് കേരളത്തിലത് ഇതുപോലുള്ള സംഭവം വന്നപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഭരണകക്ഷിക്കാരുടെ ഭരണം നടത്തുന്നവരുടെ ചുമതലയാണ് എന്നാണ്. അപ്പോൾ അത് അവർ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. KC വേണുഗോപാലിന് കേരളത്തെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഒരു ഇരട്ടത്തപ്പ് നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാണ് യഥാർത്ഥത്തിൽ കേൾക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം ജനങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ടിയാണ്. ഇനി വരും, പുറത്തു വരും. കാരണം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തിട്ടുണ്ട്. എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. അതെ അതെ, അതൊക്കെ നമുക്ക് വരട്ടെ. നമുക്ക് ധൃതി പിടിക്കണ്ട. ഓരോന്നോരോന്നായിട്ട് വരികയാണല്ലോ. വന്നത് നമുക്ക് ഓരോന്നും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകാം. നോക്കാം എന്തൊക്കെയാ ഡീൽ എന്നൊക്കെ നോക്കാം. നിയമനം വകുപ്പ് മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല. അത് അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.